ഹലോ ഗൈസ്, ഇപ്പോൾ സമയം എന്ന് പറയുമ്പോൾ കറക്റ്റ് 11:30 ആയി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുമ്പോൾ ഇന്നല്ല നാളെ രാവിലെ നമ്മളൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങുകയാണ്. അതാണ് സംഭവം, ഒരു മോർണിംഗ് വാക്ക്. അപ്പോൾ ഇതിൻ്റെ വരുന്ന പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ രണ്ടുപേര്, ഗിത്തു, വിശാൽ. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും ഞാൻ നാളെ പരിചയപ്പെടുത്താം. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരോടെ നാളെ നടക്കാൻ പോവുകയാണ്. ഹെൽത്തി പേഴ്സൺ ആകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നടക്കണം, ഓക്കെ? അപ്പോൾ ഇതിന് ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നാളെ ഞാൻ രാവിലെ എഴുന്നേക്കണം. തന്നെ എനിക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. സാധാരണ ഞാൻ എന്നും ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ 10ാമത്തെ പ്രാവശ്യം വീഡിയോ എടുക്കുന്നത്. 10ാമത്തെ ദിവസം വീഡിയോ എടുത്തിട്ട് രാവിലെ എഴുന്നേക്കാന്ന് വെച്ചാൽ അലാറമൊക്കെ വീഡിയോ വെച്ചിട്ട് കിടക്കും. 10 മണിക്ക് പിന്നെ കണ്ണു തുറക്കുന്നുണ്ട്. അത്ര പ്രശ്നം. എന്തായാലും നാളെ എന്തായാലും എഴുന്നേറ്റിരിക്കും. ഇന്ന് നമ്മൾ നേരത്തെ കിടന്നുറങ്ങിയിട്ട് 11:30 അത് നേരത്തെ കിടന്നുറങ്ങിയിട്ട് നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നടക്കാൻ പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നാളെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീഡിയോ എടുത്തിരിക്കും. നിങ്ങൾക്ക് ഈ വ്ലോഗ് മൊത്തം കാണുന്നതായിരിക്കും, ഞാൻ യൂട്യൂബ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, ഓണാക്കി ഗൈസ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിരിക്കുകയാണ്. എന്തോ പറ്റുന്നിടത്ത് രാവിലെ എന്നെ എടുത്തില്ല. ഇവനെ കൊണ്ടൊരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും മുമ്പ് ഇവൻ വന്നിനെ പൊക്കി കേട്ടോ. എന്തിന്റെ കാര്യം എന്തായാലും ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. അവൻ വന്ന് വിളിച്ച് നമ്മളെ എഴുന്നേറ്റിരിക്കുകയാണ്. അതിലിപ്പോൾ ഫോൺ എടുക്കാൻ പോകും. ഫോൺ മറന്നുപോയി. അപ്പം നമ്മളിനി പോകേണ്ടത് ഇവരാണ് വിശാൽ. അപ്പോൾ നമ്മളിനി ജിത്തുവിനെ വീട്ടിൽ പോവാണ്. ജിത്തുവിനെ പോയി പൊക്കണം. അവൻ ഇന്ന് രാത്രി വിളിച്ചൊന്നും എടുത്തില്ല. നമുക്ക് അവനെ പോയി പൊക്കാം, അതേ പറ്റത്തുള്ളൂ. സാധാരണ രാത്രി വിളിച്ച് എടുക്കേണ്ടതാ. രാത്രി 12 മണി 11 മണി വരെ ഇരുന്ന് ഫോൺ നോക്കുന്നവനെ ഇന്നിപ്പോൾ രാവിലെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ നേരത്തെ എഴുന്നേക്കും. ഞാൻ നേരത്തെ കിടക്കും. ഇത് നോക്കാം, ഞാൻ വരട്ടെ. ഫോൺ കൊണ്ട് വരട്ടെ. ഗൈസ്, തുമ്പ പറഞ്ഞ ഒന്നും കേട്ടില്ലത് എനിക്ക് മനസ്സിലായി. അമ്പലത്തിൽ കിടന്ന് പാട്ട് പാടുമായിരുന്നു. ഞാൻ അത് കേട്ടില്ല. ഞാൻ കേട്ടു, പക്ഷെ ഞാൻ എത്ര സൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചില്ല. വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര സൗണ്ട്. ഞാൻ പറയുന്നല്ല ഒരുമാതിരി വലിയ വായനൊക്കെ മാത്രമേ ഉള്ളൂ, കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്. ഞാൻ ഇതിലേക്ക് ചെയ്യാം, അതേ പറ്റത്തുള്ളൂ. ഗൈസ്, നമ്മൾ ഓടാൻ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഓടിക്കഴിഞ്ഞാൽ മറ്റേ ഒന്ന് ഓടിക്കാണിക്കും ഓടാൻ. എൻ്റെ മുടി എല്ലാം കൂടി എല്ലാവരും വിചാരിക്കും മറ്റേ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ആണ്. മറ്റേ ഓടുന്നതായി കാണിച്ചിട്ടേ കയ്യിൽ കൊടുത്താൽ ഓടുന്ന നിവർക്കറിയത്തില്ല. വട്ടാന്ന് വിചാരിക്കും. സത്യം, ഫോണും പിടിച്ച് ഓടും. ദൈവമേ, നാട്ടുകാരെ ചീത്ത വിളിക്കും. നാട്ടുകാരെന്താ പറയുന്നത്? ഗൈസ്, അങ്ങനെ നമ്മൾ ജിത്തുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. നില്ല തുറക്കട്ടാ, നിന്നെ ഓട്ടാ. അയ്യോ, വലിച്ച് പതുക്കെ അവിടെ സാധനമുണ്ട്. നമ്മുടെ ജിത്തുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. കഥ തുറന്നിട്ടില്ല. അവൻ്റെ ജനൽ വന്നിട്ടുണ്ട്. ജനല് മാത്രം. ചാച്ചു കാണോ? ഇവൻ്റെ തലയെന്തിയാ തിരിഞ്ഞു കിടക്കുക? ചിത്തു ഓ, പിന്നെ ആറ്റൂടായി കശം കാണിക്കണ്ടത്. ആ, ഇപ്പൊ വെള്ളം കഥ പറക്ക്. കൊതു കഥ പറക്കടാ. കൈസ്, അങ്ങനെ നമ്മൾ ജിത്തുവിനെ പൊക്കിയിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിനാണ് എൻ്റെ എഴുന്നേറ്റ്. അതപ്പോൾ മറ്റേ തുറന്നൊക്കെ വരുന്നു. ഗുഡ് മോർണിംഗ്. കാണത്തില്ല, ഇരുട്ടാ മാറി. ഇതാണ് ജിത്തുവിൻ്റെ അച്ഛൻ. മണ്ട ഇനി ഇറങ്ങി വരണം. ഈ പല്ലൊക്കെ തേച്ച് ഉടുപ്പൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് നാളെയാവും. അല്ലെങ്കിൽ രാവിലെ 9 മണിക്ക് ക്ലാസ് ഉണ്ട്. ആണ് 1.5 മണിക്കൂർ നടക്കണം. വീട്ടിൽ കറങ്ങണം. അയ്യോ, വരാൻ വരട്ടെ. എന്തോ പറ്റി രാവിലെ പല്ലൊക്കെ തേക്കാൻ. പെട്ടെന്ന് തേക്കാവോ? ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ്. ക്ലാസ്സിൽ പോകണ്ടല്ലേ മോനെ?
അത് നേരത്തെ 2 മണിക്കായിരുന്നല്ലോ. ഉച്ച വന്നിട്ട് രാവിലെ ആക്കി. ഗൈസ് ജിത്തു ആനിമേഷനാണ് പഠിക്കുന്നത് പത്തനംതിട്ടയിൽ. അപ്പോൾ പുള്ളിക്ക് രാവിലെ പോകണം, കാരണം ഉച്ചയാകുമ്പോൾ പോകുന്നതായിരുന്നു. ഇപ്പോൾ രാവിലെ ആയിരിക്കും. ഉച്ചയാകുമ്പോൾ പുള്ളിക്കാരി രാവിലെ രാത്രി മൊത്തം ഫോൺ നോക്കി കിടന്നിട്ട് 6 മണിക്ക് ഉറങ്ങും. ഇന്ന് ഉച്ചയാകുമ്പോൾ എഴുന്നേക്കും, എന്നിട്ട് ഉച്ചയ്ക്ക് പോകും. അങ്ങനെയായിരുന്നു പുള്ളി റൂട്ടീൻ. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് പുള്ളി ഇപ്പോൾ നേരത്തെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേക്കും. ഭയങ്കര റൂട്ടീന്. നമ്മളങ്ങനെ ജിത്തുവിനെ വിളിച്ചിരിക്കുന്നു. ഇതാണ് ജിത്തു. ഹായ് പറ ജിത്തു. ഞാൻ രാവിലെ ഹായ് പറഞ്ഞു. നീ ഹായ് പറയുന്നത് വേണ്ട, ഞാൻ രാവിലെ ഹായ് പറയാട്ടെ. മാങ്ങണ്ടി ചോട്ടി കിടക്കരുത്. ഫാൻസിന്റെ ഒരു കാര്യം എന്തോ പറയാ, ടെലിഫിലിം. ഞാൻ യെസ് പറഞ്ഞു. ഞാനിപ്പോ ടെലിഫിലിം സംഭവം അതോ ചെറിയ ഫിലിം എല്ലാം എന്തുവാണ് ഇവർക്കൊക്കെ എഴുന്നേക്കരുത്. ബാഡ് ഹാബിറ്റ്സ് ഇതൊക്കെ. ഞാൻ എഴുന്നേക്കണ്ടേ? രാവിലെ കണ്ടാൽ ഷഡ്ഡി ഇട്ട് കിടന്നു. ഇനിയുണ്ട് പല്ലിപ്പ വെളി വരും. ഇന്നലെ ഇവനെ ഞങ്ങൾ ഓടിക്കാൻ പെട്ട പാട് എനിക്കറിയാം. വയസ്സ് ഇന്നലെ ഞങ്ങൾ അമ്മൂമ്മയ്ക്ക് വയ്യായിരുന്നേ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ എന്തുവാ ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ നടന്ന് വരുമായിരുന്നു. നടന്ന് 1/2 മണിക്കൂർ കൊണ്ട് വരുന്ന സ്ഥലത്ത് ഞങ്ങൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മൂമ്മയ്ക്ക് വയ്യ. എന്നിട്ട് എന്തുവാ പെട്ടെന്ന് എല്ലാം പറഞ്ഞു. ഞങ്ങൾ ഓട്ടം. ഞാൻ 4 വാരി വെക്കുന്നതിന് പകരം 2 കാലം വെക്കുന്നത്. എന്തുവായി എന്തുവാ ടെൻഷൻ ആക്കാതെ വയറുവേദന തിന്നുപോലും ആകെ. എന്നിട്ട് ഇവനെ ഇവിടെ ഓടിക്കാൻ പാടാന്നറിയോ? പിന്നെ എന്ത് പിന്നെ ഉള്ളിലോടെ കയറ്റുമ്പോൾ ഓർക്കണം. ഇന്നലെ പട്ടി ഓടിക്കണ്ടായിരുന്നു ഞങ്ങൾ. ഇന്നലെ വേറൊരു വെച്ച് ഇവനെ ജിത്തുവിനെ ഞങ്ങൾ രാത്രി കൊണ്ടുവിടാൻ വേണ്ടി ഇന്നലെ രാത്രി പോയി കഴിച്ചു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് കടിച്ചില്ല. ഞങ്ങളാണെങ്കിൽ തിരിച്ച് അവനെ കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു വെള്ള സാധനം ഞാൻ ഇവിടെ മറ്റേ കയ്യിൽ കൊടുക്കുമായിരുന്നു. കയ്യിലിങ്ങനെ മടക്കുമായിരുന്നു. കയ്യിൽ മടന്ന് നടന്ന് വന്നപ്പോഴത്തേക്ക് സൈഡിലൊരു വെള്ളൊരു സാധനം. ഞാൻ അപ്പോൾ തന്നെ പേടിച്ച് ഇങ്ങനെ ഞെട്ടടാ. ഏടാ ജിത്തു അമ്മേ അടുത്തത്. എന്റെ ഭഗവാൻ പേടിക്കണ ഓനെ ചാടല്ലേ. ഇന്നലെ ഒറ്റ ഞെട്ട് ആ പട്ടി മേടിച്ചു. ആ പട്ടി മേടിച്ചു പോയി. എന്നിട്ട് ഞങ്ങൾ ഓടിയില്ല, പതുക്കെ നടന്ന് മൈൻഡ് ചെയ്യാതെ. ആ പട്ടി 1/2 മണിക്കൂർ അവിടെ ഓർത്ത് കുരയ്ക്കണമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ ദൂരെ ആയപ്പോ പറയാം കുരയ്ക്കുന്ന നടന്നു. എന്തുവാ ഇപ്പൊ എങ്ങോട്ടാ പോണ്ടേ? കറങ്ങിപ്പോയാ മതി. കുരിശുമൂടി ഇല്ലേടാ? ഇത് കുരിശുമൂടി ഇതിലെ കറങ്ങി ചെല്ലത്തില്ല. മറ്റേ പള്ളിയില്ലേ? ഏത് പള്ളിയാടാ? ഏത് പള്ളിയുടെ പേരാ നീ പറയുന്നത്? അടെ ഇവിടുത്തെ മഞ്ഞനിക്കര പള്ളിയില്ലേ, അങ്ങോട്ട് ഇറങ്ങുന്ന ആ മറ്റേ ഇതില്ലേ ചാലുങ്ങൽ. ഞാനും പറയാൻ വഴി കാരണം അങ്ങോട്ട് ഇറങ്ങുന്ന ആ മറ്റേ വഴിയില്ലേ, നമുക്ക് അതുവഴി കയറിയ ഓമലൂർ ആ മറ്റേ വഴിയുടെ അവിടെ എത്താം. അത് തന്നെ അപ്പുറത്തൊരു കുരിശില്ല, നിങ്ങൾക്ക് അറിയത്തില്ലേ? കുരിശ് അതിന്റെ അവിടെ ചെല്ലാം. അതെ വഴി ഞാൻ പറഞ്ഞു കൊടുത്ത് അവര് പഠിച്ചില്ലേ, നിനക്ക് പറ്റില്ലേ? ഏതാ വഴി? ആ വഴിയുണ്ട്. എന്നിട്ട് അപ്പുറത്ത് വരുമ്പോ ഈ വഴിയുണ്ട്. നീ അങ്ങ് മിണ്ടാതിരി. ഈ വഴിയുടെ അപ്പുറത്ത് കുരിശുണ്ട്. ആ കുരിശിന്റെ അപ്പുറത്ത് ഏതാന്ന് പോലും അറിയാത്തൊരു വഴിയുണ്ട്. ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന വാച്ച. ഇപ്പൊ ഉണ്ട് വെട്ടം മാത്രമേ ഉള്ളൂ. എന്തിയാ കാണിച്ചടാ കണ്ടോ? 5500 5500 രൂപ ഒരു മാസം കൊണ്ട് വാച്ച. എന്ത് കാണിച്ചെന്ന് അറിയത്തില്ല. 2 ദിവസം മുമ്പ് എന്തുവാ എടുത്ത് നോക്കിയപ്പോ ആണ് വെട്ടം മാത്രമേ ഉള്ളൂ, ഓണം വന്നിട്ട്. ഹെയ്നോടെക്കോ ജർമ്മനി ഹെയ്നോടെക് എന്നാണ് പറഞ്ഞ കമ്പനിയെ. നമ്മുടെ വാച്ചൊക്കെ വിജയവേ, കാരണം എൻ്റെ അല്ലേ അമ്മയുടെ. ഗായ്സ് അപ്പോൾ നമ്മളിത് ആദ്യം തിരിഞ്ഞൊരു 4 വഴിയോട്ട് തിരിയാൻ പോവാണ്. ഇതിന് വേണ്ടി എനിക്ക് ചെമ്പരത്തി ഇടത് ഗൈസ്. മൽബറി ഗൈസ്, മൽബറി പുളിയാണോ? എടാ ഇത് ചുമന്ന ആളാ കൊടുത്തേ, പഴുത്തതാ കൊടുത്ത്. പഴുത്തോ? പച്ചയായിരുന്നല്ലോ. അല്ല പുളി വരുവാ. പല്ല് കഴിച്ചിട്ട് നേരെ ചേർത്ത് തിന്നുമ്പോഴാ പുളി ശരിക്കറിയും.
ഞാൻ അപ്പൊ തിന്നെ പറ്റാ ഇല്ലെങ്കിൽ തിന്നത് നമ്മൾ നടക്കണമെന്ന് വെച്ചാൽ നടക്കും വെച്ചാൽ നീ നടക്കും എനിക്കറിയാം. ഗൈസ് ഇവന് ഒരു ഫോണും ഫോണൊന്നും വേണമെന്നില്ല, ഇന്റർനെറ്റ് എന്നാ പിന്നെ ഇന്റർനെറ്റ് ഉണ്ട്. ഇവൻ ഇവിടെ തിരുവനന്തപുരം പോകും. നടന്ന് ട്രെയിനില നടന്നു പോകും. ആരെ കുറിച്ച് ആരെ പറയുന്നതെന്ന് കൂടെ എന്തുവാ അവൻ എന്ത് നടക്കുന്നു നിന്നെ പോലെ പാട്ട് കാണിക്കുന്നു. അങ്ങോട്ട് തേങ്ങ ഇങ്ങോട്ട് വണ്ടി ഇരുന്ന് പറഞ്ഞിട്ട് നടന്നങ്ങ് എവിടെ വേണേലും പോവും. ഫോണിന് നെറ്റ് മാത്രം കൊടുത്താൽ മതി. റീലും കണ്ടങ്ങ് പോയിക്കോളൂ. നെറ്റ് കഴിയുമ്പോൾ അവിടെ തിരിച്ചു കിടക്കും. എന്നിട്ട് എന്നെ വിളിക്കും 19 കൊണ്ടോടാ. ഞാൻ പറയും എൻ്റെ ഒന്നും അല്ലെ കോള് വരെ. അപ്പം നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഒരാൾ പാട്ടൊക്കെ ആണല്ലോ. സുമേൻ്റെ ഗുഡ് മോർണിംഗ്. അത് രാവിലെ പറഞ്ഞാണ് സുമയാൻറ്റി. നിലം പതിച്ച് പറ്റത്തില്ല. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് കട്ടൻ കാപ്പി വരെ വെള്ളം കുടിച്ചിരിക്കുകയാണ്. സന്തോഷമായി. അങ്ങനെ നമ്മൾ ചൂടാച്ച് നമുക്ക് കാപ്പി ഇട്ടാൽ വീട്ടിയാണ്. കണ്ടു ലൈറ്റിടാ എടാ ഇരുട്ടാടാ ലൈറ്റ് ഇടാ. ഗൈസ് നമുക്ക് ബിസ്ക്കറ്റ് ഒക്കെ തന്നിരിക്കുകയാണ്. വേറെ ബിസ്ക്കറ്റ് ചാനലിൻ്റെ ഫോൺ ഉണ്ട് ഗൈസ്. തന്നെ വോളിയം കൂടും നമുക്കത്. പിന്നെ നീ ഓട്ടോമേഷൻ ആക്കി വെച്ചേക്കുമല്ലേ. എന്ത് ചെയ്യുന്നു കൂട്ടുന്ന എവിടെ കുറച്ച് കഴിഞ്ഞാൽ കുറയുന്നില്ലടാ. അത് പറഞ്ഞേ ആകണ്ട. അയ്യോ ഫോൺ നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ല, പണി കിട്ടും. കുപ്പിയുടെ തല കടിക്കുന്ന കാര്യം ഞാൻ പറയാം. ചളി അടിക്കുന്നത് ശുദ്ധഹാസ്യം മരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് കാപ്പി തന്നിരിക്കുകയാണ് ഗായ്സ്. കാപ്പി കുടിച്ചു ഉല്ലസിക്കും രാവിലെ. കാണാവോ? എടുക്കണം. ഉത്സവം വരട്ടെ. അടുത്ത വർഷം നമ്മൾ എടുത്തിരിക്കും. ഇച്ചിരി താമസിച്ചു പോയി. ഇത് പറയാനായിരുന്നു. ഇല്ലേ നമ്മള് പച്ചപ്പ് കാണിക്കും. എടുത്താ നല്ലതാ. വയസ്സിൽ നിന്ന് വൈകിട്ട് വീഡിയോ വരികയായിരിക്കും. എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വൈകിട്ട് വീഡിയോ ഇടാം. ഇതന്നെ നമ്മൾ ചോറൊക്കെയല്ലേ കേട്ടോ. നമ്മളിനി എന്നും ഡെയിലി വ്ളോഗ് ഇല്ലേലും മലപ്പുഴക്ക് വ്ളോഗ് വരുന്നതായിരിക്കും. പിന്നെ നമ്മളെല്ലാം ഇടുന്ന വ്ളോഗ് ഇടുന്നതായിരിക്കും, ഗെയിമിംഗ് വീഡിയോസ് ഇടുന്നതായിരിക്കും, റിയാക്റ്റീവ് വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാം നമ്മൾ എല്ലാത്തിനും നമ്മൾ കൈ വെക്കുന്നതായിരിക്കും. എല്ലാത്തിനും കൈ വെക്കുന്നതായിരിക്കും. നീ ആവശ്യം ഗെയിമിംഗ് വീഡിയോസ് എടുക്കാൻ ഗൈസ് നിങ്ങളുടെ ഗെയിമിൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ ഡൗൺലോഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ കൂടിയൊന്നും പറയാനില്ല. എല്ലാവർക്കും സപ്പോർട്ട് ആവത്തില്ല. നെറ്റ് നെറ്റിൻ്റെ കുഴപ്പമൊന്നുമില്ല. നെറ്റ് വിഷയമൊന്നുമില്ല. നെറ്റൊക്കെ എത്രവേണം കയറ്റാം. പക്ഷേ ഈ ലാപ്പ് അത്ര സ്പെക്കുള്ള ലാപ്പല്ല, അതുകൊണ്ട് പ്രശ്നമാണ്. സ്പെക്കൊന്നും എനിക്കൊന്നും അറിയത്തില്ല. HP യുടെ ലാപ്പാന്ന് മാത്രമേ എനിക്കറിയാം. പിന്നെ ഞാൻ ലാപ്പിൻ്റെ സ്പെക്കൊന്നും എനിക്ക് നടക്കില്ല. ഞാൻ അന്ന് എനിക്ക് അങ്ങനെ എടുത്തേ. എനിക്കന്ന് ലാപ്പിൻ്റെ ഒരു തേങ്ങ എനിക്കറിയത്തില്ല. എടാ അമ്മ എടുത്തതാ. അമ്മ എനിക്ക് വേണ്ടി എടുത്തതാ. അതെടുത്ത് ഞാൻ അറിഞ്ഞു. ഞാൻ അന്ന് പിന്നെ പറഞ്ഞ ആമസോൺ ലാപ്ടോപ്പിൻ്റെ ഉണ്ടായിരുന്നു, ഏസറിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പ്. അത് പറഞ്ഞേ അത് 60 രൂപ. എന്നിട്ട് അപ്പം അത് പറഞ്ഞപ്പോൾ അമ്മ ഓടി. എന്നിട്ട് 57 രൂപയുടെ പൊട്ട ലാപ്ടോപ്പ് വാങ്ങിച്ചു. ഞാൻ 3 രൂപ എടുത്തെങ്കിൽ നല്ല ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുത്തില്ലേ. അത് വാങ്ങിച്ചിട്ട് നല്ലതായിരുന്നു. ആ വാങ്ങിച്ചിട്ട് ഇപ്പോൾ എന്ത് വേണമെങ്കിലും കളിക്കായിരുന്നു. ഇപ്പോൾ പറയാനായി ഗൈസ്, ഒരു PC ഒക്കെ ബിൽഡ് ചെയ്യണം. PC വാങ്ങണം. കുറേ ആഗ്രഹങ്ങളുണ്ട്. PC തന്നെ കയറാൻ കച്ചുവിടണം. ഒന്ന് ഇറങ്ങിയാലോ നമുക്ക്? ഇറങ്ങാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഇന്നത്തെ രാവിലെ നടക്കാൻ പോയ വീഡിയോ ആയിരുന്നു ഇന്ന് മൊത്തം. അപ്പോൾ താളവടിയെല്ലാം ഉണ്ടായിരുന്നു വീഡിയോക്കകത്ത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ആവശ്യമുള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാണ്. ശരി, അത് കാണാം. ആവശ്യമില്ലാത്തതെല്ലാം കട്ട് ചെയ്ത് അത് വേറെ കാര്യം. അതായാലും ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഫസ്റ്റ് ടൈമാണ്, കുറേ നാളായി വീഡിയോ എടുത്തിട്ട്. 2020 എടുത്ത വീഡിയോ അല്ലടാ, 2020 വ്ളോഗല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ എടുത്ത് പിന്നെ എടുത്തിട്ടേ ഇല്ല. അതും സോളോ ലെവലിങ്. സോളോ ആയിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വിഷയമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയുള്ളായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, പക്ഷേ ഇത് വലിയ ലൈക്ക് ഷെയറും പറയാൻ മറന്നുപോയി. എല്ലാം മറന്നുപോയി, എല്ലാം ടച്ച് വിട്ടുപോയി. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക,
പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പുറത്തെ മണികൾ അടിച്ചു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിച്ചു. ഇഷ്ടപ്പെട്ടാലും ലൈക്ക് അടിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് അടിച്ചു, ഒരു കുഴപ്പമില്ല. പിന്നെ കമൻറ്റ് തെറി വരായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഗൈസ്, അപ്പോൾ സബ്സ്ക്രൈബ് കമൻറ്റ് തരും, അത് സാരമില്ല, അത് ഭയങ്കര വിടർമാനല്ലേ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇനി വരുന്നതായിരിക്കും, ഇനി ഇങ്ങോട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക. സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ. അത്രേ ഉള്ളു കാര്യം.